മച്ചാമാരെ നമ്മൾ താനൂര് ഹാർബറിന്റെ ഭാഗത്തേക്ക് പോയതായിരുന്നു കേട്ടോ. അപ്പോഴാട്ടോ നമ്മൾ ഈ കാഴ്ച കാണുന്നത്. പണ്ടൊക്കെ ഇതേപോലെയുള്ള ഒരു തോണി ഉണ്ടല്ലോ കരയിലേക്ക് കയറ്റണം എന്നുണ്ടെങ്കിൽ ഒരു 10-40 ആൾക്കാർ വേണ്ടി വരും കേട്ടോ. അതിൽ പണിയെടുക്കുന്ന ആൾക്കാർ തന്നെ എല്ലാവരും കൂടിയാണ്ടാണ് സാധനം കൊണ്ട് വലിച്ചു കയറ്റൽ. ഇപ്പോൾ ആ സിസ്റ്റമൊക്കെ മാറിട്ടോ. ഇതേപോലെ ഓരോ ട്രാക്ടർ വന്നുകൊണ്ടാണ് ഇതേമാതിരി ഇങ്ങനെ വലിച്ച് കയറ്റുന്നത്. ഇതിപ്പോൾ ഒരു 3 തോണി ഉണ്ടായിരുന്നേ. ഇത് 3 താനൂരുള്ള അൻഫൽ എന്ന് പറഞ്ഞ വലിയൊരു വള്ളം കേട്ടോ. ആ വള്ളത്തിൻ്റെ ചെറിയ 3 വള്ളങ്ങളാണ്. ഞാൻ മീനുകളുടെ വീഡിയോ ഓരോന്നും ഇങ്ങനെ ഇടുമ്പോഴുണ്ടല്ലോ, ഇതിൻ്റെ താഴെ വന്ന് കണ്ട് ഓരോരുത്തർ ഇങ്ങനെ കമൻറ്റ് ഇടലുണ്ട്, എന്തിനാ മീൻ ഇത്ര വില കൂട്ടുന്നത്, ഇവർ കടലിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് വെറുതെ പിടിക്കാൻ കിട്ടുന്ന സാധനമില്ല. അവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇവരുണ്ടല്ലോ, ഇവരെ ജീവൻ പണയപ്പെടുത്തിയിട്ടാട്ടോ ഇവരിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ആയക്കടലിലേക്ക് പോണത്. അത് മാത്രമല്ല, ഈ ഒരു ദിവസമാണ് അവർ പോയി കണ്ട് മീനിനെ പിടിച്ചിട്ട് വരുന്നത്. ആ ഒരു ദിവസത്തിന് വേണ്ടി അവർ കുറേ മുന്നേ പണിയെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. വല നന്നാക്കലും ഈ തോണി നന്നാക്കലും കുറേ വർക്ക് അതിൻ്റെ പിന്നാലെ വേറെ തന്നെ ചെയ്യാനുണ്ട്. ഈ 3 വള്ളങ്ങളും കരയിലേക്ക് കയറ്റുന്നത് അതിനും ഓരോ പണികളുണ്ട് കേട്ടോ. ആ പണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉണ്ടല്ലോ, ഇവർ പിടിച്ച് വരുന്ന മീനിന് ഇവർക്കൊരു വില കിട്ടുന്നുണ്ട്. ആ മീൻ ഇവരേക്കൊന്ന് പോയി കണ്ട് മാർക്കറ്റിലെത്തി. മാർക്കറ്റിൽ നിന്ന് ആ മീൻ കച്ചവടക്കാർ വാങ്ങി. കച്ചവടക്കാരുണ്ടല്ലോ, നമ്മൾ ഓരോ വീട്ടിലെത്തിച്ച് വരുമ്പോഴത്തേന് ആ മീനിൻ്റെ വില കൂടി വരേ ഉള്ളൂ കേട്ടോ. പിന്നെ മീനിൻ്റെ വില കുറയുന്ന ഒരു സമയമുണ്ട് കേട്ടോ. അത് ഇതേപോലുള്ള വള്ളക്കാരുണ്ടല്ലോ, അവർക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ മീനിനെ കിട്ടുന്ന സമയമുണ്ടല്ലോ, ആ ടൈമിലൊക്കെ നമുക്ക് വില കുറഞ്ഞ് കിട്ടലുണ്ട്. ഇപ്പോൾ മീനിനൊക്കെ വില കൂടുതലാവട്ടോ. ചൂടായതുകൊണ്ട് മീൻ കുറവാണ് കേട്ടോ. മുരുവല്ലേ? മുരു എല്ലാം കാണും. കുപ്പായ